ദേശീയ ശ്രദ്ധയെ ആകർഷിച്ച് നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിലും CBSE പരീക്ഷാ ക്രമക്കേടുകളിലും പ്രതിഷേധിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ അടിയന്തര രാജി ആവശ്യപ്പെട്ട് ഡൽഹി ജന്തർ മന്ദറിൽ നടക്കുന്ന നിരാഹാര സമരം അതിനിർണായക ഘട്ടത്തിലേക്ക്. പ്രമുഖ വിദ്യാഭ്യാസ വിചക്ഷണനും മക്സാസെ അവാർഡ് ജേതാവും സാമൂഹിക പ്രവർത്തകനുമായ സോനം വാങ്ചുക്കിന്റെ നിരാഹാര സമരം ഇന്ന് 19ാം ദിവസത്തിലേക്ക് കടന്നു. കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളും ഡോക്ടർമാരുടെ മുന്നറിയിപ്പും അവഗണിച്ചുകൊണ്ട് തന്റെ പോരാട്ട വീര്യം അണയാതെ അദ്ദേഹം സമരം തുടരുകയാണ്. കേന്ദ്ര സർക്കാർ സമരക്കാരോട് കടുത്ത ക്രൂരതയാണ് കാണിക്കുന്നതെന്നും ജനാധിപത്യപരമായ ഈ പ്രതിഷേധത്തോട് കണ്ണടയ്ക്കുകയാണെന്നും സമരത്തിന് നേതൃത്വം നൽകുന്ന കോക്രോച്ച് ജനതാ പാർട്ടി ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. ജൂലൈ 20 പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനം ആരംഭിക്കുന്ന ദിവസത്തിലേക്ക് പ്രഖ്യാപിച്ചിട്ടുള്ള ചലോ സൻസദ് സമാനപരമായ മാർച്ചിൽ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും അണിനിരക്കണമെന്ന് സോനം വാങ്ചുക് സമരപ്പന്തലിൽ നിന്ന് ആഹ്വാനം ചെയ്തു. കഴിഞ്ഞ 18 ദിവസം കൊണ്ട് ജീവൻ പണയം വെച്ചുള്ള പോരാട്ടത്തിൽ വാങ്ചുക്കിന്റെ ഭാരം 8.9 കിലോ കുറയുകയായിരുന്നു. നിലവിൽ അദ്ദേഹത്തിന്റെ ഭാരം വെറും 57.15 കിലോഗ്രാമായി ചുരുങ്ങിയിരിക്കുന്നു. ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം പുറത്തുവിട്ട മെഡിക്കൽ ബുള്ളറ്റിൻ പ്രകാരം അദ്ദേഹത്തിന്റെ ആരോഗ്യനില അതീവ ഗുരുതരമാണ്. അദ്ദേഹത്തിന്റെ രക്തത്തിലെ ഗ്ലൂക്കോസ് അളവ് 67 എന്ന നിരക്കിലേക്ക് വരെ താഴ്ന്നിരുന്നു. കടുത്ത തലകറക്കവും പേശീനാശവും അദ്ദേഹം നേരിടുന്നുണ്ട്. കേവലം ഉപ്പുവെള്ളം മാത്രം കുടിച്ചാണ് വാങ്ചുക് ഈ സമരം തുടരുന്നത്. IV ഡ്രിപ്പുകൾ സ്വീകരിക്കാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചെങ്കിലും മുൻപ് 2011 അണ്ണാ ഹസാരെ നടത്തിയ സമരത്തിന് സമാനമായി സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകാതെ ഡ്രിപ്പുകൾ സ്വീകരിക്കില്ലെന്ന കർശന നടപടിയിലാണ് അദ്ദേഹം. മെഡിക്കൽ സൂപ്രണ്ടും ഡൽഹി മെഡിക്കൽ അസോസിയേഷൻ മുൻ സെക്രട്ടറിയുമായ ഡോക്ടർ സതീഷ് ലാംബയുടെ നേതൃത്വത്തിലുള്ള ഡോക്ടർമാരുടെ സംഘം 24 മണിക്കൂറും വാങ്ചുക്കിന്റെ ആരോഗ്യനില നിരീക്ഷിച്ചു വരികയാണ്. എപ്പോൾ വേണമെങ്കിലും അവയവങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കാവുന്ന അവസ്ഥയിലാണ് അദ്ദേഹമെന്ന് മെഡിക്കൽ സംഘം മുന്നറിയിപ്പ് നൽകുന്നു. വിദ്യാർത്ഥി നേതാക്കളുടെ ആരോഗ്യനിലയും മോശമാകുന്നു എന്നത് കൂടുതൽ ആശങ്കയിലാഴ്ത്തുന്നു. സോനം വാങ്ചുക്കിനൊപ്പം ഇടത് കോൺഗ്രസ് അനുഭാവമുള്ള ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് അസോസിയേഷൻ നേതാക്കളായ നേഹ, മനീഷ്, അമീൻ, ദീപക് എന്നിവരും പ്രത്യേക വേദിയിൽ അനിശ്ചിതകാല നിരാഹാര സമരം തുടരുകയാണ്. ഈ യുവ നേതാക്കളുടെ ആരോഗ്യസ്ഥിതിയും ദിവസം ചെല്ലുന്തോറും വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ 3 പേരുടെയും രക്തസമ്മർദ്ദവും രക്തത്തിലെ പഞ്ചസാരയുടെ അളവും സാധാരണ നിലയേക്കാൾ വളരെ താഴെയാണ്. ഇതിനിടെ സമരത്തിലുണ്ടായിരുന്ന ഋഷികേശ് എന്ന വിദ്യാർത്ഥി നേതാവിന് കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളും ഹൈപ്പോവോളമിക് ഷോക്കും ഉണ്ടായതിനെ തുടർന്ന് ഡൽഹിയിലെ റാം മനോഹർ ലോഹ്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. തന്നോട് നിരാഹാര സമരം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടുന്ന സുഹൃത്തുക്കൾക്ക്, ആരാധകർക്കും സോഷ്യൽ മീഡിയയിലൂടെ സോനം വാങ്ചുക് ശക്തമായ മറുപടി നൽകി. എന്റെ നിരാഹാര സമരം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ട് സന്ദേശങ്ങൾ അയക്കുന്ന എല്ലാവർക്കും നന്ദി. എന്നാൽ ഞാൻ സമരം അവസാനിപ്പിച്ചതുകൊണ്ട് മാത്രം പരീക്ഷാ ക്രമക്കേടുകൾ മൂലം ആത്മഹത്യ ചെയ്ത ആ 20ഓളം വിദ്യാർത്ഥികൾക്ക് നീതി ലഭിക്കില്ല. ലഡാക്കിലെ മലനിരകളെയോ ഇന്ത്യയിലെ നദികളെയോ സംരക്ഷിക്കാനും അതിനാകില്ല. നിങ്ങൾക്ക് എന്നെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ സുഖപ്രദമായ സോഫകളിൽ ഇരുന്ന് സന്ദേശങ്ങൾ അയക്കുന്നതിന് പകരം അല്പം കൂടി മുന്നോട്ട് വരിക. ജൂലൈ 20 ഡൽഹിയിൽ ജന്തർ മന്ദറിലേക്ക് വരിക. നമുക്ക് ഒന്നിച്ച് പാർലമെന്റിലേക്ക് സമാധാനപരമായി മാർച്ച് ചെയ്യാം. നമ്മുടെ ജനപ്രതിനിധികളോട് ഈ വിഷയത്തിൽ ശാശ്വതമായ പരിഹാരം കാണാൻ ആവശ്യപ്പെടാം എന്ന് സോനം വാങ്ചുക് തന്റെ എക്സ് ഹാൻഡിലിൽ കുറിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനും സോനം വാങ്ചുക്കും തമ്മിലുള്ള ബന്ധം മുൻപ് വളരെ സൗഹാർദ്ദപരമായിരുന്നു എന്നത് ഈ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ശ്രദ്ധേയമാണ്. 2023 മാർച്ചിൽ ധർമ്മേന്ദ്ര പ്രധാൻ സോനം വാങ്ചുക്കിനെയും അദ്ദേഹത്തിന്റെ ഭാര്യ ഗീതാഞ്ജലിയെയും നേരിട്ട് കണ്ട് ചർച്ചകൾ നടത്തിയിരുന്നു. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നതിനെക്കുറിച്ചും പരീക്ഷണാത്മക പഠന രീതികളെക്കുറിച്ചും ഇരുവരും അന്ന് പരസ്പരം പുകഴ്ത്തി സംസാരിച്ചിരുന്നു. എന്നാൽ 2026 22 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ എഴുതിയ നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർച്ചയും തുടർന്ന് മെയ് 12 പരീക്ഷ റദ്ദാക്കേണ്ടി വന്നതും കാര്യങ്ങൾ മാറ്റിമറിച്ചു. ജൂൺ 21 പുനഃപരീക്ഷ നടത്തിയെങ്കിലും പരീക്ഷാ സംവിധാനത്തിന്റെ വിശ്വാസ്യത പൂർണ്ണമായും തകർന്നു. ഈ അനിശ്ചിതത്വങ്ങൾക്കിടയിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 11 മുതൽ 14 വരെ വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തത് വലിയ ജനരോക്ഷത്തിന് കാരണമായി. ഇതിനിടയിൽ തൊഴിലില്ലായ്മയുമായി ബന്ധപ്പെട്ട് ഒരു കേസ് പരിഗണിക്കവേ ചീഫ് ജസ്റ്റിസ് നടത്തിയ പരാമർശങ്ങളെ പരിഹസിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ രൂപം കൊണ്ട കോക്രോച്ച് ജനതാ പാർട്ടി ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം ഏറ്റെടുത്തു. ജൂൺ 20 CJP ജന്തർ മന്ദറിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചത്. രാഷ്ട്രീയ പിന്തുണയും ഡൽഹി ഹൈക്കോടതിയിലെ ഹർജിയും സമരത്തിന് രാഷ്ട്രീയ ഭേദമന്യേ പിന്തുണയേറുകയാണ്. CPI നേതാക്കളും പ്രമുഖ കോൺഗ്രസ് നേതാവും MP-യുമായ ശശി തരൂറും സമരപ്പന്തലിലെത്തിയും അല്ലാതെയും CJPക്കും സോനം വാങ്ചുക്കിനും പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഡൽഹി മുൻ മുഖ്യമന്ത്രിയും AAP നേതാവുമായ അതിഷി സമരപ്പന്തൽ സന്ദർശിച്ച് വിദ്യാർത്ഥികളോട് സംസാരിക്കുകയും കേന്ദ്ര സർക്കാരിന്റെ നിസ്സംഗതയെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു.
ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ, തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ മമതാ ബാനർജി, സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ്, DMK MP കനിമൊഴി എന്നിവരും വാങ്ചുക്കിന് പിന്തുണ അറിയിച്ചു. സമരപ്പന്തലിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നേരിട്ടെത്തി പിന്തുണ പ്രഖ്യാപിക്കണമെന്ന ആവശ്യം ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇത് സമരത്തിന് കൂടുതൽ ദേശീയ പ്രാധാന്യം നൽകുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം സോനം വാങ്ചുക്കിന്റെ ആരോഗ്യനില അതീവ വഷളായ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് അടിയന്തരവും ഉചിതവുമായ വിദഗ്ധ ചികിത്സ ഉറപ്പാക്കണമെന്നും ജീവൻ രക്ഷിക്കാൻ അദ്ദേഹത്തെ ഉടൻ ആശുപത്രിയിലേക്ക് മാറ്റാൻ ഉത്തരവിടണമെന്നും ആവശ്യപ്പെട്ട് സാമൂഹിക പ്രവർത്തകനും അഭിഭാഷകനുമായ രാകേഷ് സൈനി നൽകിയ ഹർജി ഡൽഹി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കഴിഞ്ഞ ദിവസം ഈ ഹർജിയിൽ കേന്ദ്ര സർക്കാരിനും ഡൽഹി സർക്കാരിനും ഹൈക്കോടതി നോട്ടീസ് അയച്ചിരുന്നു. കോടതിയുടെ ഇടപെടൽ ഈ വിയോജിപ്പിന്റെ രാഷ്ട്രീയത്തിൽ എന്ത് മാറ്റമുണ്ടാക്കുമെന്ന് രാജ്യം ഉറ്റുനോക്കുകയാണ്. രാജ്യവ്യാപകമായി 1.3 ലക്ഷത്തിലധികം ആളുകൾക്ക് മിസ് കോൾ ക്യാമ്പയിൻ വഴി ജൂലൈ 20 പാർലമെന്റ് മാർച്ചിൽ പങ്കാളികളാകാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെ അറിയിച്ചു. സർക്കാരിന്റെ കടുംപിടുത്തം ഒരു ദുരന്തത്തിൽ കലാശിക്കരുതെന്നും ഈ വിഷയത്തെ വെറുമൊരു ഈഗോ പോരാട്ടമായി കാണരുതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.